എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഈ പെണ്ണ് ഫോൺ എടുക്കുന്നില്ലല്ലോ, എവിടെ പോയാവോ? രാവിലെ മുതൽ ഒരേ വിളിയാണ് ശ്രേയ. ശില്പിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഈ ഒരു കാര്യമായതുകൊണ്ട് ശ്രീയേണ്ണ പോലും വിളിക്കാൻ കഴിയില്ല. അമ്മയെ വിളിച്ചാലോ? ആലോചനയോടെ അവൾ കുറച്ചു നേരം നിന്നു. ശേഷം അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? വാതിലിന്റെ അടുത്ത് വന്ന് ഇന്നുമായി ചോദിച്ച ശ്രേയ ഞെട്ടി. കയ്യിലുള്ള ഫോൺ തറയിലേക്ക് വീണു. ഹലോ. അപ്പോഴേക്കും മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. അമ്മയുടെ ശബ്ദം കേട്ടതും ശ്രേയ വേഗത്തിൽ ഫോൺ കയ്യിലെടുത്ത് കട്ട് ചെയ്തു. എന്താടാ, നിനക്കെന്തൊരു വെപ്രാളം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നില്ല മയ്യേട്ട, ആൾ വിക്കലോടെ പറഞ്ഞൊപ്പിച്ചു. ആരായിരുന്നു ഫോണില്? അത് അമ്മയാ. പിന്നെന്തിനാ സംസാരിക്കാൻ കട്ട് ചെയ്ത്? ഒന്നില്ല മയ്യേട്ട. എന്നാ വേവാ. വരാം. ആളെ കടുപ്പത്തിലേക്ക് നോക്കി അവൻ അവിടുന്ന് പോയി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആരോട് പറയും ഞാൻ? ആ നിമിഷം അവൾക്ക് ആരോടൊക്കെയോ ദേഷ്യവും അതിലപ്പുറം സങ്കടവും തോന്നി. വേഗം ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ നിന്നു. ഇങ്ങോട്ട് വിളി വന്നു. അവൾ വേഗം ബാത്റൂമിലേക്ക് ഓടിക്കയറി. മോളെ, എന്താ കട്ടായത്? ഞാനപ്പോ അടുക്കളയിലായിരുന്നു, ഇപ്പൊ പുറത്ത് കിടന്നാ. അമ്മ, അവൾ സങ്കടത്തോടെ വിളിച്ചു. എന്താടാ, എന്താ മോൾക്ക് പറ്റിയത്? അത് എന്താടാ പറയ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മയ്യോ അവന്റെ അമ്മയോ മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല ഇവിടെ. പിന്നെ എന്താടി? പത്മതിന്റെ ക്ഷമ കിട്ടിയിരുന്നു. അത് അമ്മേ, മയ്യേട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? അതിന് നിനക്കെന്താ അസുഖം? അത് അമ്മയ്ക്ക് അറിയില്ലേ? അത് ഞാൻ പ്രഗ്നന്റ് ആണെന്നല്ലേ എല്ലാവരോടും പറഞ്ഞു. സത്യം മയ്യേട്ടനോടും പറഞ്ഞില്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പോലുമില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ മയ്യേട്ടൻ നിർബന്ധിക്കുക. ഈശ്വര, അവനോട് നീ സത്യം ഇതുവരെ പറഞ്ഞില്ലേ? ഇല്ലമ്മേ, ഞാൻ പറയാൻ നേരത്തി നിന്ന ശില്പിയാണ് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞാൽ ഒരുപാട് സമയം ഞാൻ അവൾ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അമ്മ അവൾക്കൊന്ന് ഫോൺ എടുക്കുമോ? കൊടുക്കാം. അവൾ ഇതുവരെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് പോലുമില്ല. ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇതുവരെ വന്നില്ലേ? ഇല്ല, അവളോട് ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പറയുന്നുണ്ട് നേരത്തെ എഴുന്നേൽക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും. ഞാനന്ന് പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഇതുവരെ അവൾ ഈ ഭാഗത്തേക്ക് കണ്ടില്ല. 9 മണി കഴിയാതെ. അതിനൊക്കെ അവളുടെ ചേച്ചി പുലർച്ചെ 5:30 മണിക്ക് അവൾ എഴുന്നേറ്റ് വന്നിരിക്കും. കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെക്കും. ശേഷം അടുക്കളയിൽ കയറും. ശ്രേയ അതിനൊന്നും മോള് മാത്രം ചെയ്തു. കാരണം അവൾക്കതിന് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. ശില്പ, സംസാരിച്ചുകൊണ്ട് പത്മ മുകളിലേക്ക് കയറി. ആമേ. അവളുടെ വിളി കേട്ട് പുറത്തെ ബാൽക്കണിൽ നിന്ന് ശ്രീഹരി ഇങ്ങോട്ട് കടന്നു വന്നു. മോനെ, അവൾ എഴുന്നേറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു അമ്മ, ഞാൻ നോക്കിയില്ല. അമ്മ വാതിലോട് നോക്ക്. അതും പറഞ്ഞ് ശ്രീഹരി തിരിഞ്ഞടന്നു. പത്മ ശ്രീഹരിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ശില്പ മൂടിപ്പറിച്ച് ഉറങ്ങിയായിരുന്നു. ശില്പ, ആരോളെ തട്ടി വിളിച്ച് അവളൊരു ഞെട്ടലോടെ കണ്ണു തുറന്നു. എന്താ? കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ പത്മത്തെ നോക്കി ചോദിച്ചു. സമയം എത്രയായിന്നാ നിന്റെ വിചാരം? സോറി അമ്മേ, ഉറങ്ങിപ്പോയി. ഇതാ ഫോൺ. ശ്രേയ, എത്രയോ സമയമായി പോലും നിന്നെ വിളിക്കുന്നു. ഓ, ഇതിനാണ് അമ്മ ഇങ്ങനെ വിളിച്ച്? പിന്നെ വിളിക്കണ്ടേ? രണ്ടാളും കൂടെ ഓരോന്നും ഉണ്ടാക്കി വെച്ചില്ലേ? ഇനി അതിനുള്ള പരിഹാരം കൂടെ കണ്ടുപിടിച്ചു കൊടുക്ക്. പത്മൻ ദേഷ്യത്താൽ പറഞ്ഞോട് ഫോൺ ശില്പയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡി, വേഗം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ ഞാൻ മയ്യനോട് എന്തു പറയും? ഞാൻ എന്തു പറഞ്ഞാലാണ്? എനിക്കൊന്നും അറിയില്ല. നീ തന്നെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ മയ്യനോട് സത്യം പറയും. ഇനി അതേ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഡി, നീ പറയൂ. ഞാനോ? ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഇത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരൂലേ? എന്നാ നീ വെച്ചോ. എന്നിട്ട് മയ്യനോട് സത്യം തുറന്നു പറയും. ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ, പിന്നെ വിളിക്കാം. ഓക്കെ ഡി, പ്ലീസ്. ശ്രേയ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ശില്പ കോള് കട്ട് ചെയ്തിരുന്നു. ശ്രേയ എന്ത് ചെയ്യുമെന്നറിയാതെ ബാത്റൂമിലെ ചുമലിൽ ചാരിന്ന് വിങ്ങിപ്പൊട്ടി. മായി. ആമേ. ശ്രേയ എവിടെയാടാ? അവള് റൂമിലുണ്ട്. എന്നാ അവളെയും കൂട്ടി വന്നിട്ട് കഴിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. ശോഭ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ടെങ്കിൽ ആളിരിക്കുന്ന മയ്യെ നോക്കി വിളിച്ചു പറഞ്ഞു. പോവാം. ഞാൻ വരണോടാ? വേണ്ടമ്മേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം. അല്ല, അമ്മയൊന്നും ലീവാണോ? അതേ മഹി, 2 ദിവസം ലീവ് എടുത്തു. അല്ലെങ്കിലും തീരെ വയ്യ എനിക്കും. വീട്ടിലെ പണിയെല്ലാം അടുത്തൊരു പരിവായി ഞാൻ. എന്നാ അമ്മയും കൂടെ പോര്. എന്തെങ്കിലും വയ്യാക്കിയിട്ട് ഡോക്ടറെ കാണിക്കാം. ഇല്ലടാ, അങ്ങനെ അസുഖമൊന്നും എനിക്കില്ല. നിങ്ങൾ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്ക്. ആ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. ആ, ചെല്ല്. ശിവ, കഴിച്ചിട്ട് വേഗം പോകാൻ നോക്ക്. ഹാളിൽ എന്തോ നോട്ട്സ് എഴുതുമായിരുന്ന ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് ശോഭ അടുക്കളയിലേക്ക് നീങ്ങി. ശിവ അമ്മ പോയ വഴിയെന്ന് നോക്കി നോട്ട്സ് എടുത്ത് ബാഗിൽ വെച്ചിട്ട് കഴിക്കാനായി വന്നിരുന്നു. അമ്മേ, അമ്മയൊന്ന് വേഗം വാ. അപ്പോഴാണ് റൂമിൽ നിന്ന് മൈയുടെ ഉച്ചത്തിൽ വിളി കേട്ടത്. അത് കേട്ടത് ഇരുന്നിടത്ത് ശിവ എഴുന്നേറ്റ് മൈയുടെ റൂമിലേക്ക് ഓടി. പിന്നാലെ ശോഭയും. മഹി, എന്താടാ? അമ്മയെ ശ്രേയ, അവള്. ആ ഒരു വാക്കുകൾ പൂർത്തിയാകാൻ കഴിഞ്ഞില്ല. അവൻ കൈകൾ ബാത്റൂമിലേക്ക് ചൂണ്ടി. ശിവ അവന്റെ വെപ്രാളെല്ലാം കൂടെ കണ്ട് അവനെ കിടന്ന് ബാത്റൂമിന്റെ അടുത്തേക്ക് നീങ്ങി. അയ്യോ അമ്മയെ എഴുത്തി. ശിവയുടെ കരച്ചിൽ കേട്ടത് ശോഭയെ കൊണ്ട് കടന്നു വന്നു. അപ്പോൾ കണ്ട കാഴ്ച, ശ്രേയയുടെ കയ്യിൽ നിന്ന് രക്തമൊഴി ബാത്റൂം ആകെ നിറഞ്ഞിരിക്കുന്നു.
ഈശ്വര, മോളെ. ശോഭ അവൾക്കരിയിലേക്ക് ഇരുന്ന് അവളെ കുലുക്കി വിളിച്ചു. മോളെ, മായി വേഗം നീ ഒരു വണ്ടി വിളിക്ക്. അമ്മേ, ഞാൻ. അവനാകെ തളർന്നിരുന്നു. അവന്റെ ഇരിപ്പുണ്ട് ശിവവേഗം പുറത്തേക്ക് ഓടി. റൂമിൽ ചെന്നിട്ട് അവൾ വേഗം വിളിച്ച് ഇന്ദ്രനെയാണ്. 2 റിംഗ് അടിച്ചപ്പോൾ തന്നെ ഫോൺ അറ്റൻഡ് ആയിരുന്നു. ഇന്ദ്രേട്ടാ. ഓഫീസിൽ തിരക്ക് പിടിച്ച ജോലിയിലായിരുന്നു അവൻ. ശിവയുടെ കരച്ചിൽ കേട്ട് ചാടി എഴുന്നേറ്റു. ഇന്ദ്രേട്ടാ, ശ്രേയർത്തി. കാര്യങ്ങൾ എങ്ങനെയാ അവൾ പറഞ്ഞതും അവനാകെ ഞെട്ടിത്തെരിച്ചു. മോൾ ടെൻഷൻ ആവണ്ട, ഞാനിത് എത്തി. ശിവയുടെ കോൾ കെട്ടിയതും ഇന്ദ്ര അവന്റെ ഫ്രണ്ട് ഡോക്ടർ അതുലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശേഷം ഇന്ദ്ര വേഗത്തിൽ ശ്രീഹരിയുടെ ക്യാബിനിലേക്ക് നടന്നു. ശ്രീമംഗലത്തുള്ളവരെല്ലാവരും നിമിഷങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. എന്താണ് ശ്രേയയ്ക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നിയതിന്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു ഓരോരുത്തരും. വീട്ടിൽ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മായും ശോഭയും പറഞ്ഞെങ്കിലും അത് ശ്രീമംഗലത്തുള്ളവർ ആരും വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് നോക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെ കരുതി നിൽപ്പായിരുന്നു ഇന്ദ്രനും ശ്രീഹരിയും. അപ്പോഴും ഐസിയുവിന്റെ വരാന്തയിൽ ശില്പിക്ക് നേരെ തുറിച്ച നോട്ടം നോക്കിയായിരുന്നു പത്മം. ശില്പ അവരുടെ കൂർത്ത മുഖം കാണുന്നുണ്ടെങ്കിലും അവളത് മൈൻഡ് ചെയ്യാതെ നിന്നു. മായയാണെങ്കിൽ ഒരു ഭാഗത്ത് എന്താണ് സംഭവിച്ചെന്നറിയാൻ കണ്ണുനീർ വാർക്കുകയായിരുന്നു. ഇത്രയും കാലം സ്നേഹിച്ച ഒന്നായവർക്കിടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നതിന്റെ കാരണം തേടിയായിരുന്നു അവളുടെ മനസ്സ്. അതോടൊപ്പം അവൾക്കൊന്നും സംഭവിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയും അവളുടെ ഉള്ളിൽ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഐസിയുടെ തുറന്ന് ഡോക്ടർ സത്യനാഥൻ പുറത്തേക്ക് വന്നു. കൂടെ അദ്ദേഹത്തിന്റെ മകനായ അതുലും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും എല്ലാവരും അവർക്കരികിലേക്ക് ഓടിയെത്തി. സത്യനാഥൻ ശ്രേയയുടെ അച്ഛനോട് എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുൽ ഇന്ദ്രന്റെ അരികിലേക്ക് നടന്നു. കൂടെ ശ്രീഹരി ഉണ്ടായിരുന്നു. അതുൽ, എന്തായടാ? ഇന്ദ്ര ഭയപ്പെടേണ്ട, പെട്ടെന്ന് താൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആൾക്കൊന്നും സംഭവിച്ചില്ല. കുറച്ച് ബ്ലഡ് ലോസ് ആയെന്ന് മാത്രം. ആൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. അപകട സാധ്യത തരണം ചെയ്തിട്ടുണ്ട്. ഈശ്വര, അതുൽ, ഞങ്ങൾ അനിയത്തിക്കൊന്നും സംഭവിക്കരുത്. പണം എത്ര വേണമെങ്കിലും ഇറക്കാം. അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്. ശ്രീഹരി കരച്ചിലോട് അതുലിന്റെ കൈകൾ പിടിച്ച് പറഞ്ഞു. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ശ്രീയുടെ വിഷമിക്കണ്ട. ബോധം തെളിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതുൽ അവരെ നോക്കി പുഞ്ചിരിച്ച് മുന്നോട്ട് നടന്നു. പിന്നാലെ ഡോക്ടർ സത്യനാഥനും. സർ, ഒരു സെക്കൻഡ്. മുന്നോട്ട് നടന്ന സത്യനാഥൻ തിരിഞ്ഞു. മായിയുടെ ശബ്ദമുയർന്നു. എല്ലാവരും ദേഷ്യത്തോടെ അവരെ നോക്കി. എന്താ? സർ, ഞാൻ ശ്രേയയുടെ ഹസ്ബൻഡാണ്. ആ, പറയും. ശ്രേയ, അവൾ പ്രഗ്നന്റ് ആണ്. വാട്ട്? അദ്ദേഹമായി സംശയത്തോടെ നോക്കി. അതെ സർ. ശോഭ അവർക്കരിയിലേക്ക് വന്നു. സർ, ഇന്ന് രാവിലെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാൻ റൂമിൽ കയറിയപ്പോഴാ ശ്രേയ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഏയ്, അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആള്. നിങ്ങൾക്ക് തെറ്റിയതാവും. അതും പറഞ്ഞ ഡോക്ടർ വേഗത്തിൽ നടന്നുപോയി. നീ മായി ശില്പിക്ക് നേരെ തിരിഞ്ഞു. മായിയുടെ ടെൻഷൻ ആവണ്ട, അവൾ പ്രഗ്നന്റ് അല്ല. അവൾ നിങ്ങളെയൊക്കെ പറ്റിച്ച. പറഞ്ഞു തീർന്നില്ല. ശില്പയുടെ മുഖത്ത് ഒരു കൈ കനത്തിൽ വന്ന് പതിഞ്ഞു. ആരാണ് തന്നെ അടിക്കുന്നതെന്ന് പോലും ആ നിമിഷങ്ങൾക്ക് മനസ്സിലായില്ല. അടികിട്ടിയ കവിൾ തടവിക്കൊണ്ട് ആരാണ് തന്നെ അടിച്ചതെന്ന് മുഖമുയർത്തി നോക്കിയത് അവൾ കണ്ടു. തീപാറുന്ന കണ്ണുകളുമായി ചേച്ചി. ദേഷ്യം നിറഞ്ഞു വന്ന ആ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്കപ്പോൾ പേടി തോന്നി. ആദ്യം അവൾ കരുതി അടിച്ചത് ശ്രീയേട്ടനാണെന്നാണ്. സാധാരണ ശ്രീയേട്ടനോട് മാത്രമേ ഇത്രയും കാലത്തിനിടയ്ക്ക് അടികിട്ടിയിട്ടുള്ളൂ. ചേച്ചി പോലും തന്നെ ഓമനിച്ചാണ് വളർത്തിയത്. ആ ചേച്ചിയുടെ കൈകളിൽ നിന്ന് തന്റെ കവിളിൽ വീണിരിക്കുന്നു. എന്താടി നീ പറഞ്ഞു? അവളെല്ലാവരെയും പറ്റിച്ചു എന്നോ? അപ്പൊ നീയോ? അവൾക്ക് എല്ലാത്തിനും കൂട്ട് നീയായിരുന്നില്ലേ? അപ്പൊ നീ ചെയ്തെന്താടി? മായ അവളെ പിടിച്ചുകൊണ്ട് അലറി. ചേച്ചി വീട്ട്, എനിക്ക് കൈ വേദനിക്കുന്നു. വേദനിക്കുന്നില്ലല്ലേ? നിന്നെക്കാൾ വേദന ഇവിടെ ഇപ്പൊ ഓരോരുത്തർ അനുഭവിക്കുന്നില്ലേ? അതറിയോ നിനക്ക്? മായ, മതി, ആള് വിട്ടേക്ക്. ഇന്ദ്ര മായയുടെ അരികിൽ വന്ന് പറഞ്ഞു. അവൾ പതിയെ ശില്പയുടെ കയ്യിൽ നിന്ന് വിട്ടു. എന്നിട്ട് നോക്ക്, അവൾ പറഞ്ഞു. സാറില്ല, പോട്ടെ, താൻ വിഷമിക്കാണ്ടിരിക്കുക. ശ്രീഹരി പിന്നെ എല്ലാം കണ്ടു നിന്നതേ ഉള്ളൂ. നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയത് പോലുമില്ല. അതേപോലെ അവിടെ കൂടിയെന്ന് ആരും അനങ്ങിയില്ല. അവളും കൂടെ ശ്രേയക്ക് എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ടെന്ന കാര്യം എല്ലാവർക്കും എന്നോ മനസ്സിലായ കാര്യമായിരുന്നു. ശ്രീകുട്ടി വൈകിട്ട് കോളേജിൽ നിന്നിറങ്ങിയതും അവരെ കൊണ്ടുപോകാൻ മിഥുൻ എത്തിയിരുന്നു. അവർ നേരെ പോയത് ടൗണിലെ മാളിലേക്കാണ്. മാളു ശ്രീകുട്ടിക്കും മിഥുനും സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി. അവൾ അവിടുന്ന് മാറി. കോളേജിൽ എത്തിയപ്പോഴേ ശ്രീകുട്ടിയോട് ഏട്ടൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും ഇനി ഏട്ടൻ അവോയ്ഡ് ചെയ്തെന്ന് മാളു പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകുട്ടിക്കാകെ വിഷമമായി. ഒരുപാട് സ്നേഹിച്ചിട്ടും തിരിച്ചു കിട്ടാത്ത ഒരു പ്രണയത്തിന്റെ നോവ് ആവോൾ അറിഞ്ഞതാണ് താൻ. ഇനി താൻ കാരണം മറ്റൊരാളെ നോവ് അറിയരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മിഥുനേട്ടൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവൾക്ക് അറിയാമെങ്കിലും തിരിച്ചൊരു മറുപടി അവളിൽ നിന്ന് തന്നെ ഏട്ടനെ കേൾക്കണമെന്ന് മാളു ആഗ്രഹിച്ചിരുന്നു. ശ്രീ, മിഥുൻ വീണ്ടും വിളിച്ചതും അവൾ എന്റെ മുഖത്തേക്ക് നോക്കി. വളച്ചിട്ടില്ല, ഞാൻ കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് ഇന്ന് നിലയൊന്നും തുടങ്ങിയതല്ല. ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ ഹൃദയം നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുക. അത് വെറൊരു പ്രണയമല്ല. എൻ്റെ ഈ ജന്മം തീരുവോളം എൻ്റെ പാതിയായി ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എൻ്റെ എല്ലാമെല്ലാമായി എൻ്റെ ജീവിതത്തിലേക്ക്. നിനക്കത് ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇന്നീ നിൽക്കുന്ന നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെങ്കിൽ, എന്നോട് അല്പം സ്നേഹമുണ്ടെങ്കിൽ നീ തുറന്നു പറയണം. അതെനിക്ക് നിന്നിൽ നിന്ന് കേൾക്കണം. അവൻ പറഞ്ഞു നിർത്തിയതും അവൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തും ശ്രീകുട്ടി വല്ലാത്തൊരു അമ്പരപ്പോടെ അവനെ നോക്കി. കാരണം മിഥുനേട്ടന് തന്നെ ഇഷ്ടമാണെന്നറിയാം. പക്ഷേ ഓർമ്മ വെച്ച നാളെ മുതൽ എന്നൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദനയാണ് അവൾക്ക് തോന്നിയത്. ശ്രീ, എന്തായാലും താൻ തുറന്നു പറഞ്ഞോളൂ.
അതെന്തായാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളാം. വീണ്ടും വീണ്ടും അവനെ വേദനിപ്പിക്കാൻ അവൾക്കപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകുട്ടി തന്റെ അരികിലിരിക്കുന്ന അവന്റെ കൈകളിൽ പിടിച്ചു. തിരിച്ച് എനിക്കും ഇതിനേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹിച്ചിട്ടും നഷ്ടമായ ഒരു പ്രണയത്തിൻ്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ കിടപ്പ്. പതിയെ പതിയെ സുഖപ്പെടണം. എന്നാൽ എനിക്ക് മിഥുനേട്ടനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതുവരെ മിഥുനേട്ടൻ കാത്തിരിക്കണം. അവൾ പറഞ്ഞിരുന്നു. മിഥുനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കാത്തിരുന്നോളാം ഞാൻ. അതോടൊപ്പം എൻ്റെ പെണ്ണിൻ്റെ ആ മുറിവിലേക്ക് ഞാനൊരു സ്നേഹത്തിൻ്റെ മരുന്നാവാം. പതിയെ നമുക്കത് സുഖപ്പെടുത്തിയെടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ മിഥുനേട്ടാ, എന്നെ മനസ്സിലാക്കിയാൽ മതി, അതുമാത്രം. അവളുടെ ശബ്ദമിടറി. വിഷമിക്കണ്ട, കൂടെ ഉണ്ടാവും. കാവലായി, കരുതലായി, സാന്ത്വനമായി. ശ്രീ അപ്പോഴാണ് അവൾക്കരികിലേക്ക് മാള് ഫോണുമായി ഓടിയെത്തിയത്. അവരുടെ സംസാരത്തിന് ഫോണിന് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി രണ്ടാളുടെയും ഫോൺ മാള് വാങ്ങിവെച്ചിരുന്നു. മാളുവിന്റെ വിളി കേട്ടതും മിഥുനും ശ്രീകുട്ടി ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താടാ? ശ്രീകുട്ടി ടെൻഷനോടെ അവൾക്കരികിലേക്ക് ചെന്ന് ചോദിച്ചു. അത് ശ്രേയ, അവളൊരു അബദ്ധം കാണിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചു പോലും. മാമി നിന്റെ ഫോണിൽ വിളിച്ചാ? അയ്യോ ശ്രേയോ, അവൾക്ക് എന്തു പറ്റി? അവിടെ വല്ല പ്രശ്നവും? അതൊന്നും അറിയില്ലടി, ഹോസ്പിറ്റലാണ് പോലും, ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൾ പ്രഗ്നന്റ് അല്ലെന്ന് അങ്ങനെയും പറഞ്ഞു മാമി. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നത്? ശ്രീകുട്ടി കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ മാളുവിനെ ഉറ്റുനോക്കി. സമയം ഇഴഞ്ഞു നീങ്ങി. രാത്രിയിലായിരുന്നു ശ്രേയക്ക് ബോധം വന്ന്. ബോധം തെളിഞ്ഞു അവൾ ആദ്യം ചോദിച്ച അമ്മയായിരുന്നു. കാരണം ശില്പയെ പോലെ തന്റെ എല്ലാ കാര്യവും അറിയുന്ന ഒരാൾ അമ്മയായതുകൊണ്ട് തന്നെ. അതിനിടക്ക് മായി അവരെ കടന്ന് ശ്രേയെ കാണാനായി മുന്നോട്ട് നടന്നു. ശ്രീഹരി അവനെ തറപ്പിച്ചു നോക്കി. അത് കണ്ടത് മുന്നോട്ട് വെച്ച കാലുമായി പിന്നോട്ട് വലിച്ചു. പത്മ എല്ലാവരെയും നോക്കി അകത്തേക്ക് കടന്നു. ശ്രേയ കണ്ണുകളടച്ച് കിടപ്പായിരുന്നു. താൻ ചെയ്ത മണ്ടത്തിനുമോർത്ത് സ്വയം ആൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. മോളെ. പത്മ ശ്രേയയെ പിടിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു. അമ്മയെ കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ മോളെ ഇങ്ങനെ ഒരു അവിവേകം ചെയ്ത്? എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നു? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് നിനക്ക് അവിടെ ഉണ്ടായത്? രാവിലെ നീ വിളിച്ചപ്പോൾ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് വരെ ഞാൻ ചോദിച്ചില്ലേ? അപ്പോഴും ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞ്. പിന്നെ പെട്ടെന്ന് എന്താന്ന് എനിക്കിങ്ങനെ തോന്നാൻ കാരണം? അമ്മ, എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല. മയ്യേട്ടനും മയ്യേട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. പിന്നെ എന്തിനാ മോളെ നീ? രാവിലെ അമ്മയെ ഞാൻ വിളിച്ചപ്പോഴുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരാനാ ശില്പയെ ഞാൻ വിളിച്ചത്. അപ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ആ സമയം ഞാൻ വേറൊരു വഴിയും കണ്ടില്ല അമ്മേ. എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ ശില്പം ഉണ്ടാകുന്നവൾ പറഞ്ഞ വാക്ക. എന്നിട്ട് ഇത്രയൊരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടും നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അവൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മയ്യേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ മയ്യേട്ടൻ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ. അപ്പം എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഞാൻ ചെയ്ത അവൾക്ക് വേണ്ടിയാ. മതി, മോള് കൂടുതൽ സംസാരിക്കേണ്ട. ഒന്നും സംഭവിച്ചില്ലല്ലോ, ദൈവം രക്ഷിച്ചു. തക്ക സമയത്തിന് ആ കുട്ടി ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞുകൊണ്ട്. ആര്? ശിവാനി. അവളാ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആണോ? അതെ. പിന്നെ എല്ലാവരും അറിഞ്ഞു നീ ഗർഭിണിയല്ലെന്ന്. നീ വിഷമിക്കണ്ട, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാ തോന്നുന്നു. ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക്. ആ ശില്പയുടെ കൂടെ കൂടി സ്വന്തം ജീവിതം ഇല്ലാതാക്കണ്ട. മതി, പേഷ്യന്റ് അധികം സംസാരിപ്പിക്കണ്ട. മേഡം പുറത്തു പോയിക്കോളൂ. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് വന്ന് പറഞ്ഞു. പത്മം ശ്രേയയെ നോക്കി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പത്മം പുറത്തേക്ക് കടന്നു. മായ വെപ്രാളത്തോടെ അവർക്കരിയിലേക്ക് ഓടി വന്നു. എങ്ങനെയുണ്ട് അമ്മേ ശ്രേയ മോൾക്ക്? മായ വേവലാതിയോടെ ചോദിച്ചു. ആദ്യം പത്മവൾ അമ്പരപ്പോടെ നോക്കി. അമ്മ, പണ്ടെന്നോ തുടങ്ങി വെച്ച ആ സ്നേഹത്തിന്റെ വിളി ആ നാവിൽ ഇന്നും അതേപോലെയുണ്ട്. അന്നൊരിക്കലും അമ്പലനാളിൽ വെച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തിയ അന്ന് മുതൽ അവൾ വിളിച്ചു തുടങ്ങിയാണ് അമ്മ എന്നുള്ളത്. പറയമ്മേ. വീണ്ടും അവരുടെ കൈകൾ പിടിച്ച് മായ ചോദിച്ചു. കുഴപ്പമില്ല, എന്നോട് സംസാരിച്ചു. ഇപ്പൊ ഓക്കെയാ? ഈശ്വര. അത് കേട്ടത് മായ കൈകൾ കൂപ്പി. പത്മത്തിന്റെ മുഖത്ത് അമ്പരപ്പും മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അവൾ കാണുന്നില്ലായിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും ശ്രേയക്കൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാധവേട്ടാ. രാത്രി ശ്രേയക്ക് ബോധം തെളിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോന്നിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഓരോന്ന് ആലോചിച്ച് സിറ്റുള്ളിരിപ്പായിരുന്നു മാധവൻ. ഹോസ്പിറ്റലിൽ അധികാരം വേണമെന്ന് പറഞ്ഞതിനാൽ അവർ വീട്ടിലേക്ക് പോന്നിരുന്നു. ഹോസ്പിറ്റലിൽ ഇന്ദ്രനും ശ്രീഹരിയും മായയും ഉണ്ടായിരുന്നു. കൂടെ പത്മവും. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. മാധവേട്ടാ. മാധവന്റെ ശബ്ദമൊന്നും കേൾക്കാനുണ്ട്. ശോഭ അദ്ദേഹത്തിന് മുമ്പിലായി പോയി നിന്നിട്ട് ഒന്നുകൂടെ വിളിച്ചു. എന്തിനാ ശോഭയെ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നു? എനിക്ക് ചെവി കേൾക്കാം. എന്നാ പിന്നെ ഒന്ന് വിളി കേട്ടൂടാ മാധവേട്ടാ നിങ്ങൾക്ക്? ഞാൻ എത്ര നേരമായി വിളിക്കണു? എന്താ കാര്യം? അത് ഒന്നുമില്ല, ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാം. എന്നാലും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട്. ശോഭേ, അതിന് ആ കുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ മോളുണ്ട് അതില്. അവര് രണ്ടുപേരും ഒത്തിരി കാലമായിട്ടുള്ള കൂട്ടല്ലേ? അതും ശരിയാ. ശില്പയും കൂടെ എല്ലാത്തിനും അവൾക്ക് കൂട്ടുണ്ട്. അപ്പൊ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. വേഗം ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. അമ്മയും അച്ഛനും വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട. ശില്പക്ക് അതിലൊന്നും പങ്കുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയും. ചേച്ചി പറയുന്ന കേട്ട് നിങ്ങൾ അവളെ മാത്രം പറയണ്ട. ഇത് ശ്രേയ മാത്രം ഉണ്ടാക്കിയ കള്ളാ.
ഏട്ടൻ അങ്ങനെ കരുതി നിന്നോ. ചേച്ചി കൂടുതലാ ശ്രേയർത്തി മാത്രം ഇങ്ങനെ ഒരു കളവ് പറയൂല. ഡീ വലിയോട് സംസാരിക്കുന്നിടത്ത് സംസാരിക്കാതെ പൊടി. ഇതിൽ നിന്റെ ഒരു അഭിപ്രായം വേണ്ട. ശിവ അങ്ങോട്ട് വന്ന് പറഞ്ഞു. ദേഷ്യത്താൽ അവളെ നോക്കി മഹി അലറി. ഓ ഞാനൊന്നും പറയുന്നില്ല. എത്ര കിട്ടിയാലും പഠിക്കാത്തവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇതിന് എന്റെ പാവം ആഴ്ചയെ കുറ്റപ്പെടുത്താമെന്ന് ഞാൻ കേട്ടു നിൽക്കില്ല. അതിന് വലിയവരെ ചെറിയവരൊന്നും ഞാൻ നോക്കില്ല. അതും പറഞ്ഞ് ശിവ അകത്തേക്ക് പോയി. മാഹി നീ ഇതെന്ത് ഭാവിച്ച? ശിവയോട് നീ എന്തിനെങ്ങനെ തട്ടിക്കയറുന്നു? നിന്റെ ഈ സ്വഭാവം കൊണ്ടാ ശ്രേയൊന്ന് കയറി കാണാൻ പോലും ശ്രീ നിന്നെ അനുവദിക്കാതിരുന്നു. ശിവ ചെറിയ കുട്ടിയാണെങ്കിലും ആ സമയത്ത് ഇന്ദ്രനെ വിളിച്ചു പറയാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ മറക്കണ്ട. ശോഭ പറഞ്ഞുകൊണ്ട് അവനെ ഈർഷ്യയോടെ നോക്കി. മാധവന്റെ മനസ്സപ്പോഴും എന്തൊക്കെയോ ചിന്തകളിൽ കൂടി ഒഴുകി നടപ്പായിരുന്നു. ഇന്ദ്ര രാത്രി ഏറെ കഴിഞ്ഞതും ശ്രീഹരി ഇന്ദ്രന്റെ അരിയിലായി വന്നിരുന്നു. കുറച്ചപ്പുറത്ത് പത്മത്തിന് കൂട്ടായി മായ ഉണ്ടായിരുന്നു. തന്റെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ മുഖമുയർത്തി ഏട്ടനെ നോക്കി. എന്താ ഏട്ടാ? അതെ, നീ മായയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. രാവിലെ വന്നാൽ മതി. ഏയ് അത് വേണ്ടേട്ടാ, ഞങ്ങളിവിടെ നിന്നോളാം. വേണ്ടടാ, നീ അവളെയും കൂട്ടി പോയിക്കോ. ഡോക്ടർ പറഞ്ഞല്ലോ ഇനി എന്തായാലും നാളെ രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ വെറുതെ ഇവിടെ നിന്നിട്ട് ഉറക്കം കളയണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാൽ പിന്നെ ഏട്ടൻ പോയിക്കോ വീട്ടിലേക്ക്. ഞാനും മായ വലിയമ്മയുടെ കൂടെ നിന്നോളാം. വേണ്ട, പറയുന്ന കേൾക്കടാ. വീണ്ടും ശ്രീഹരി പറഞ്ഞു. ഇന്ദ്രൻ എഴുന്നേറ്റു. ശ്രീഹരി പോയിക്കോളാൻ പറഞ്ഞ കേട്ട് മായും പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും പത്മവും നിർബന്ധിച്ചു. അങ്ങനെ ഇന്ദ്രൻ മായയെ കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. മായ ഇന്ദ്രനും പോകുന്ന നോക്കി ശ്രീഹരി നിമിഷം നിന്നു. അവന്റെ ചുണ്ടിൽ അപ്പോഴൊരു സന്തോഷമുള്ള പുഞ്ചിരി നിറഞ്ഞിരുന്നു. ഡോ എന്താ ഇത്രയും വലിയ ആലോചന? ശ്രീമംഗലത്തെത്തി കാർ നിർത്തിയതും ഇന്ദ്രൻ മായയെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നില്ല ഇന്ദ്രേട്ടാ, ഞാൻ വെറുതെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോയതാ. എന്നാലും ശ്രേയ അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? ഇതായിരുന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ മുതൽ ആലോചിച്ചു കൂട്ടിയത്? അല്ലാതെ എന്താ ഇന്ദ്രേട്ടാ, എനിക്ക് ആകെ വിറയിൽ വരിക. ശ്രേയമോൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് ആലോചിക്കുമ്പോ. സാരമില്ല, എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. ഇനി താനത് ആലോചിച്ച് ഉറക്കം കളയണ്ട. മനുഷ്യൻ അങ്ങനെയാ, എപ്പോ എന്ത് തോന്നുന്നു മുൻകൂട്ടി പറയാനാവില്ല. ഓരോന്നും സംഭവിച്ചു പോകുന്ന. താനറിയോ, ഞാൻ വരാം. ഇന്ദ്രൻ പറഞ്ഞു. മായ ഡോർ തുറന്നിറങ്ങി. അപ്പോൾ സിറ്റോളിൽ ശ്രീഹരിയുടെ അച്ഛനുണ്ടായിരുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇറങ്ങി വന്നായിരുന്നു അദ്ദേഹം. മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് മായക്ക് അച്ഛ എന്ന് വിളിച്ചു പോയതിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. സാരമില്ല, നീ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഇന്ദ്രനും ഞങ്ങളുടെ മകൻ തന്നെയാ. ആളുടെ വിളറിയ മുഖം കണ്ട സുധാകരൻ പറഞ്ഞു. വലിയച്ഛ കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ ഞങ്ങൾ അവിടുന്ന് ഓടിച്ചതാ. അതെന്തായാലും നന്നായി. വെറുതെ അവിടെ പുറത്തിങ്ങനെ നിൽക്കണ്ടല്ലോ. എന്നാ പോയി രണ്ടാളും ഉറങ്ങാൻ നോക്ക്. രാവിലെ പോയതല്ലേ, സമയം ഒരുപാടായി. ശരി വിളിച്ച ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു. പിന്നാലെ മായും. ഇന്ദ്രേട്ടാ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇന്ദ്രേട്ടൻ പോയി ഫ്രഷ് ആയിക്കോ. അത് വേണ്ട, താൻ പോയി ഫ്രഷ് ആയിക്കോ. വെള്ളം ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട. ചെല്ലു പെണ്ണേ, പറയുന്ന കേൾക്ക്. മായ നോക്കി ഇന്ദ്രൻ പറഞ്ഞതും മായ മടിയോടെ കോണിപ്പടി കയറി. ചേച്ചി ഒന്ന് നിന്നേ. റൂമിലേക്ക് പോകാനായി മായ തിരിഞ്ഞതും ശ്രീഹരിയുടെ റൂമിന്റെ വാതിൽക്കിൽ നിന്ന് ആ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം എത്രയായല്ലോ? ഞാൻ ഉറങ്ങാതിരിക്കുന്ന അവിടെ നിൽക്കട്ടെ. ചേച്ചി എന്ത് ധൈര്യത്തിലാ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അടിച്ച്? ചോദിച്ചുകൊണ്ട് ശില്പം മായക്കരിയിലേക്ക് വന്നു. ഇത് ചോദിക്കാനാണോ നീ ഉറക്കൊഴിച്ച് കാത്തിരുന്ന്? ആ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. എന്നാൽ മോളിപ്പോൾ പോയി ഉറങ്ങ്. നാളെ നേരം വിളിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ശില്പയോട് കളിക്കില്ലേ, അതിന് ഒരുത്തിനും വളർന്നിട്ടില്ല. പറഞ്ഞു ശില്പം മായ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു. അപ്പോഴാണ് വെള്ളം നിറച്ച ചെക്കുമായി ഇന്ദ്രൻ മുകളിലേക്ക് കയറി വരുന്നത്. മായേ! ഒരലർച്ചയോടെ തന്നെ നേരെ വേച്ചു വരുന്ന മായയെ അവൻ ഒരൊറ്റ ചാടത്തിന് കൈകളാൽ താങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.